നമസ്കാരം. ടെക് ഫോർക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത് 12 വോട്ടിൽ വർക്ക് ചെയ്യുന്ന LED ബൾബാണ്. ഇതിനെ നമുക്ക് ഇൻവെർട്ടർ ബൾബാക്കി മാറ്റാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എല്ലാ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ മാക്സിമം ഷെയർ ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് കവർ ഊരിയെടുക്കാം. ഞാൻ ചെറിയ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് പതിയെ തിക്കിയിട്ട്, ഇത് ലോക്ക് ടൈപ്പാണ്, ഇത് ലോക്കായിട്ട് വരുന്നത്. ചില കമ്പനിക്കാർ ഇത് അഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഗ്ലൂ ഒക്കെ വെച്ച് സെറ്റാക്കി എടുക്കും. അപ്പോൾ നമുക്ക് അഴിക്കാൻ പറ്റില്ല. ഇതങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇനി ഈ LED ബോർഡിൻ്റെ ആവശ്യമില്ല. നമുക്കിത് സോൾഡറിങ് പിടിച്ചിട്ട് ഊരിയെടുക്കാം. അതിനുശേഷം ബാറ്ററി വയ്ക്കാൻ വേണ്ടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇൻവെർട്ടർ ബൾബിനെ അപേക്ഷിച്ച് കുറച്ചും കൂടിയും ചെറിയ കേസാണ് ഇത്. അപ്പോൾ ഇതിൽ ബാറ്ററി ചെറിയൊരു തിക്നെസ് വരുന്നുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. സാധാരണ ഇൻവെർട്ടർ ബൾബ് ഇതിനേക്കാളും കുറച്ചും കൂടിയും വലിപ്പമുണ്ടാവും. അതുകൊണ്ട് ബാറ്ററിയൊക്കെ സിമ്പിളായിട്ട് അതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. mAh 3.7 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് എടുത്തിരിക്കുന്നത്. ഇത് പുതിയതായിട്ട് മേടിച്ചതല്ല. ലാപ്ടോപ്പിൻ്റെ സ്ക്രാപ്പ് ബാറ്ററികൾ പഴയത് കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ചെക്ക് ചെയ്തിട്ട് നല്ലതെടുത്താണ്. ഇനി ബാറ്ററിയിൽ വയർ സോൾഡർ ചെയ്യാം. ഞാൻ നെഗറ്റീവായിട്ട് എടുത്തിരിക്കുന്നത് ബ്ലാക്ക് വയറാണ്, പോസിറ്റീവായിട്ട് എടുത്തിരിക്കുന്നത് മഞ്ഞ വയറാണ്. സോൾഡർ ചെയ്തതിന് ശേഷം നല്ലവണ്ണം ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇൻവെർട്ടർ ബൾബിൻ്റെ മെയിൻ ബോർഡ്, LED സർക്യൂട്ട്. ഡ്രൈവർ ബോർഡ് ഒന്നിച്ചാണ് വരുന്നത്. ഇവിടെയാണ് 230 വോൾട്ട് AC സപ്ലൈ കൊടുക്കേണ്ടത്. ഇവിടെയാണ് ബാറ്ററി കണക്ഷൻ കൊടുക്കേണ്ടത്. എല്ലാം ഇത് നമ്മൾ ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ എല്ലാ വയറും സോൾഡർ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ AC സപ്ലൈ കൊടുക്കുന്നിടത്ത് വിരൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കത്തുന്നത് കാണാം. ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് കത്തിയില്ലെങ്കിൽ ഇത് കംപ്ലൈൻ്റ് ആയിരിക്കാം. ഇനി ഇതിൻ്റെ ടോപ്പ് കവർ അടയ്ക്കാം. ഇനി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബൾബ് ഹോൾഡറിലിടാം. അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്. കറണ്ടുള്ളപ്പോൾ ഇതിൻ്റെ അകത്തെ ബാറ്ററി ചാർജ് ആകുകയും അതുപോലെ കറണ്ട് പോകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തെളിയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എല്ലാ കൂട്ടുകാരിലേക്കും മാക്സിമം ഷെയർ ചെയ്തേക്കണേ. ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.